നമസ്കാരം. നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിന്റെ ഓഫീസിൽ ഇൻകം ടാക്സ് റെയ്ഡ്. ആശീർവാദ് സിനിമാസിലാണ് ഇൻകം ടാക്സ് പരിശോധന നടത്തിയത്. പകൽ നീണ്ടുനിന്ന പരിശോധന അവസാനിപ്പിച്ച ഉദ്യോഗസ്ഥർ ഇന്നലെ രാത്രിയോടെയാണ് മടങ്ങിയത്. നിർമ്മാതാക്കളായ ആന്റണി പെരുമ്പാവൂർ, സുരേഷ് കുമാർ തർക്കം രൂക്ഷമായ സാഹചര്യത്തിലാണ് പരിശോധന എന്നതും ശ്രദ്ധേയമാണ്. സിനിമയിൽ കോടികൾ ചെലവാക്കിയതിന്റെ തുകയുടെ ഉറവിടമടക്കം അന്വേഷിക്കാനാണ് ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയത്. കൂടാതെ മട്ടാഞ്ചേരി മാഫിയ മലയാള സിനിമ നിയന്ത്രിക്കുന്നത് കൊണ്ട് തന്നെ ആദായ നികുതി വകുപ്പ് ഒരു അന്വേഷണം ദീർഘകാലമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ജൂൺ 1 മുതൽ സിനിമാ മേഖല നിശ്ചലമാക്കുന്ന സമരം ആരംഭിക്കാൻ ഇരിക്കുകയാണ്. നിർമ്മാതാവ് സുരേഷ് കുമാർ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. അതിന് പിന്നാലെ ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കാൻ സുരേഷ് കുമാറിനെ ആരാണ് ചുമതലപ്പെടുത്തിയത് എന്നായിരുന്നു നിർമ്മാതാവും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അംഗവുമായ ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിച്ചത്. എമ്പുരാന്റെ റിലീസ് അടുക്കാനിരിക്കെയാണ് ആശീർവാദ് സിനിമാസിൽ ഇൻകം ടാക്സ് പരിശോധന നടന്നത്. മാർച്ച് 27-നാണ് ചിത്രം തിയേറ്ററിലെത്തുക. പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ മോഹൻലാൽ കേന്ദ്ര കഥാപാത്രമാണ്. മുരളി ഗോപിയാണ് ചിത്രം രചിച്ചിരിക്കുന്നത്. സിനിമാ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ് നിലവിൽ ഫിലിം ചേവർ. ആന്റണി പെരുമ്പാവൂരിന്റെ പ്രസ്താവന ശരിയായില്ലെന്നും സുരേഷ് കുമാറിനെതിരെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കണമെന്നാണ് നോട്ടീസിൽ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം. 7 ദിവസത്തിനകം FB പോസ്റ്റ് പിൻവലിച്ച് നോട്ടീസിന് മറുപടി നൽകിയില്ലെങ്കിൽ നടപടി ഉണ്ടാകുമെന്നും നോട്ടീസ് സൂചിപ്പിക്കുന്നുണ്ട്. താരങ്ങൾ സിനിമയ്ക്ക് അവിഭാജ്യ ഘടകമല്ല എന്നും ഫിലിം ചേവർ വ്യക്തമാക്കി. ആന്റണി പെരുമ്പാവൂരുമായി സമവായത്തിനില്ല എന്ന് നിർമ്മാതാവ് സുരേഷ് കുമാർ അറിയിച്ചു. സിനിമാ സമരത്തെ പിന്തുണയ്ക്കേണ്ടതില്ല എന്നാണ് താരസംഘടനയായ അമ്മയുടെ നിലപാട്. ന്യൂസ് ഡെസ്ക് റീലോഡ്.